എല്ലാവർക്കും നമസ്കാരം ട്ടാ. ഞാൻ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വേറൊന്നല്ല, ജലദോഷമൊക്കെ വന്നിട്ട് സൗണ്ട് പോയിട്ടിരിക്കുകയായിരുന്നു ട്ടോ. നിങ്ങളിങ്ങനെ ഡൗട്ടുകളൊക്കെ കമൻ്റായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാ കമൻറ്റിനുള്ള മറുപടിയും ഒരു കമൻ്റായിട്ട് എനിക്കവിടെ ഇടാൻ പറ്റില്ല. അതായത് അതൊരു വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള മറുപടി മാത്രം ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം ട്ടോ. കുറച്ച് നാളും കൂടി കഴിഞ്ഞാലേ കമ്പനി ബോർഡ് LGSൻ്റെ എക്സാം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു ഡൗട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റാങ്ക് ഫയൽ പഠിക്കാനാണോ അതോ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന്. അതായത് ഇപ്പോൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് അവർ എന്ത് പഠിക്കണം, അതായത് ആദ്യം ടെക്സ്റ്റ് ബുക്ക് പഠിക്കണോ ആദ്യം റാങ്ക് ഫയൽ പഠിച്ച് തീർക്കണോ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എൻ്റെ അനുഭവം വെച്ചിട്ടല്ലേ എനിക്കൊരു മറുപടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടത്. ഞാനിങ്ങനെ പറയാൻ കാരണം വേറൊന്നുമല്ല, ഏകദേശം 2021 മുതലുള്ള PSCയുടെ PYQ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കുകളിൽ എന്തോരം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി ആർക്കും യാതൊരു ഡൗട്ടും വേണ്ട, എല്ലാവരും ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ട് ആദ്യം അത് പഠിച്ച് തീർക്കാൻ നോക്കാം. പിന്നെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എന്നുള്ളത് ഇരട്ടി ടാസ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വേറൊന്നല്ല, നമുക്ക് 5 മുതൽ 10 വരെയുള്ള പഴയ SCERT പഠിക്കണം, 5 മുതൽ 10 വരെയുള്ള പുതിയ SCERT നമുക്ക് പഠിക്കണം കേട്ടോ. അതായത് നമുക്ക് ആദ്യം പഠിച്ചിരുന്നതിൻ്റെ ഇരട്ടിയായിട്ട് പഠിക്കണം. അത് ഇത്തിരി വലിയ ടാസ്ക്കായിട്ട് നമുക്ക് ചിന്തിക്കാമെങ്കിലും അതിൽ നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു ഭാഗം കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ പുതിയ SCERT നമ്മൾ പഠിക്കുമ്പോൾ പഴയ SCERTയുടെ ഭാഗങ്ങൾ തന്നെ അതിൽ ഒരു 65% റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 65% ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള 35% മാത്രമാണ് പുതിയ SCERTയിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത്. അത് നമ്മളെ സംബന്ധിച്ച് ഒരാശ്വാസം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ട് പഴയ SCERTനെ ഒഴിവാക്കരുത്. കാരണം പഴയ SCERTയിലുള്ള എല്ലാ ഭാഗങ്ങളും പുതിയ SCERTയിൽ ഇല്ല. അപ്പോൾ PSC ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പഴയ SCERTന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതേ ഇമ്പോർട്ടൻസ് തന്നെ ഇപ്പോൾ പുതിയ SCERTക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ബുക്കും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. 2 ബുക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. പിന്നെ SCERT പഴയതും പുതിയതുമായിട്ട് ഇങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ എവിടെ നിന്ന് തുടങ്ങും, ഏത് ചാപ്റ്റർ ആദ്യം പഠിക്കണം, അങ്ങനെയൊക്കെ നിങ്ങളൊരു കൺഫ്യൂഷനിലാണെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഡെയിലി ടൈം ടേബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടൈം ടേബിളിൽ പഴയതും പുതിയതുമായ SCERTയുടെ ചാപ്റ്റേഴ്സും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു 120 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇപ്പോൾ ഒരു 12 ദിവസമായിട്ടുള്ളൂ അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം അങ്ങനെ ഒരു ഡൗട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം ടേബിളിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കിട്ടുന്നില്ല, എങ്ങനെയാണ് ജോയിൻ ചെയ്യാന്നൊക്കെ കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതുവഴി ജോയിൻ ചെയ്യാം കേട്ടോ. ഞാനവിടെ ഇട്ട് കൊടുക്കുന്ന പഴയ SCERTയുടെയും പുതിയ SCERTയുടെയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടല്ലോ, അതിൻ്റെ SCERT റാങ്ക് ഫയലിൻ്റെ PDF കൂടി ഞാൻ ചാനലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെക്കാട്ടിലൊക്കെ ഉപരി എനിക്ക് ഒരു സന്തോഷം ഉണ്ടാക്കിയ കാര്യം, ആ ടെലഗ്രാം ചാനലിൽ നിന്ന് കുറച്ച് കുട്ടികൾ എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. വേറൊന്നിനുമല്ല, ഞാനിടുന്ന ടൈം ടേബിൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും PDF കുട്ടികളെ ഷെയർ ചെയ്ത് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് എന്നെ സഹായിക്കാനായിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഒരേ ദിവസം ഇടുന്ന ടൈം ടേബിളിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവരെ കൊണ്ട് പറ്റണ പോലെ PDF ആക്കിയിട്ട് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിനിയും ആൾക്കാർ മുന്നോട്ട് വന്നാൽ ഞാനിടുന്ന ടൈം ടേബിളിൻ്റെ എല്ലാ ഭാഗങ്ങളും PDF ആക്കിയിട്ട് ഗ്രൂപ്പിലിടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. നിങ്ങളൊക്കെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും
നമ്മളെല്ലാവരും ഓരോരോ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണല്ലേ. അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നതുണ്ടാവും, കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ അങ്ങനില്ലല്ലോ. ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളും കൂടി നമ്മൾ പഠിച്ചിട്ടാണ് നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. നമ്മളെ ജീവിതത്തിൻ്റെ പാഠപുസ്തകം നേരെ നമ്മൾ തിരിച്ചിട്ട് PSCയുടെ പാഠപുസ്തകമാക്കിയിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് ചിന്തിച്ചാൽ നമുക്ക് ഇത് എളുപ്പം മനസ്സിലാവും കേട്ടോ. അതായത് PSCയിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തതും കൂടി നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് അതിനെ തരണം ചെയ്ത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ജോലിയിലേക്കുള്ള ഒരേ ഒരു മാർഗ്ഗം ട്ടാ. കാരണം ഞാൻ ഇത് പറയാൻ കാരണം ആദ്യമൊക്കെ എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഒട്ടും പഠിച്ചിരുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മളങ്ങനെ ഒഴിവാക്കി നിർത്തുന്നതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന്. ഇഷ്ടപ്പെട്ട വിഷയങ്ങളാകുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ തൊടേയില്ല കേട്ടോ. എനിക്കങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. ആ ശീലം ഞാൻ മാറ്റിയെടുത്തപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ലിസ്റ്റുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. ഇനിയിപ്പോൾ എല്ലാവരും എല്ലാ വിഷയങ്ങളും നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോ ട്ടോ.